ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീക്കെൻഡിൽ എടുത്തിട്ടുള്ള ഒരു ഈവനിങ് റുട്ടീനാണ്. ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ഉണ്ട് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടില് ഒരു മയിൽ വന്നേക്കാണ്. ഒരു വർഷം മുന്നേ ഇതേപോലെ ഒരു പെൺമയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ആൺമയിലാണ്. അപ്പൊ ആൺമയിലാണല്ലോ ഇങ്ങനെ ഈ വാലൊക്കെ ഉള്ളത്, പീലിയൊക്കെ വിടർത്തുന്നത് ആൺമയിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണോ എന്ന് അറിയത്തില്ല. പക്ഷികളിൽ ഭംഗി കൂടുതലുള്ളത് ആൺവർഗത്തിനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം കോഴിയൊക്കെ, പൂവൻ കോഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പൊ അതുപോലെ ആൺമയിലാണ് പീലി വിടർത്തുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അതേ നല്ല ഭംഗിയുള്ള ഒരു മയിൽ നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുവാണ്. ഞങ്ങൾ ഇടയ്ക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് പേടിച്ച് ഓടി ഓടി പോവാണ്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ എംറ്റി ആയിട്ടുള്ള സ്പേസ് കിടപ്പുണ്ട്. അപ്പം അവിടെ ഇങ്ങനെ ചെറിയ മരങ്ങളും കാട് പോലെയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ അവിടെ എങ്ങനെയോ വന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ ചില ക്ഷേത്രങ്ങളിലൊക്കെ മയിലിനെ കാണാറുണ്ട്. പക്ഷേ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ, അതും ഇത്രയും അടുത്തൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് ഭക്ഷണം തേടി വന്നേക്കുന്നതാണ്. അപ്പൊ ഞങ്ങള് ഇടയ്ക്ക് അരിയൊക്കെ വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പശുക്കളാണെങ്കിൽ അത് കണ്ടിട്ട് വന്ന് എടുത്ത് കഴിച്ചുകൊണ്ട് പോയി. അങ്ങനെ അതിന്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണല്ലേ, നമുക്ക് ലൈഫിൽ സന്തോഷമില്ല, സമാധാനം ഇല്ല എന്നൊക്കെ. നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണല്ലേ. ഇന്ന് നമ്മൾ സന്തോഷമായിട്ട് ഇരുന്നാൽ നാളെ നമ്മുടെ ലൈഫിൽ ദുഃഖമായിരിക്കും വരുന്നത്. അപ്പൊ നമുക്കൊന്നും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ലല്ലേ. പിന്നെ എല്ലാം നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ സന്തോഷിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു മണ്ടത്തരമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനും അങ്ങനെയൊക്കെ മുന്നേ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. എല്ലാം ഉണ്ടാവട്ടെ എന്നിട്ട് സന്തോഷിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ ജീവിതത്തിൽ ഇന്നത്തെക്കാളും വലിയ ദുഃഖമായിരിക്കും നാളെ കരുതി വെച്ചേക്കുന്നത്. ചിലപ്പോൾ വലിയ സന്തോഷമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഇങ്ങനെ കടന്ന് മാറിക്കൊണ്ട് പോവും. അതിനിടയിലും കുറച്ചു നേരം സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സഹായിക്കും. ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പുറത്തൊക്കെ നോക്കി നിൽക്കാറുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പക്ഷികളെയൊക്കെ കാണാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിലുടക്കുന്ന ഇങ്ങനത്തെ കുഞ്ഞി ബേർഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്, ഞാനിതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്ന, ആസ്വദിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ എന്നെ പോലെ നിങ്ങൾ ഇതൊക്കെ ആസ്വദിക്കാറുണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്തേക്കുക. കുറച്ചു പേർക്കെങ്കിലും തോന്നും ഈ ജീവിത ഭാരത്തിനിടയിൽ, അല്ലെങ്കിൽ ഈ ജീവിതത്തിലെ ഇത്രയും സ്ട്രെസ്സിനിടയിൽ ഇതൊക്കെ നോക്കി ആസ്വദിക്കാൻ എവിടെയാണ് സമയമെന്ന്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര ടെൻഷനോ എന്തോ ഉണ്ടായിക്കോട്ടെ, കുറച്ചു നേരം നിങ്ങളൊന്ന് പുറത്തൊന്ന് നിന്ന് നോക്കൂ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണാത്ത, ഇതുവരെ അനുഭവിക്കാത്ത കുറേ അധികം കാര്യങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അത് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ എല്ലാം ഒഴിഞ്ഞിട്ട് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം സ്വസ്ഥമായതിനു ശേഷം മാത്രമേ ഞാൻ സന്തോഷിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വലിയൊരു മണ്ടത്തരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. പ്രത്യേകിച്ച് പ്രകൃതിയിലേക്ക് നമ്മളൊന്ന് നോക്കി നിന്നാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതൊന്നും ഒരുപാട് പൈസ ചെലവുള്ള കാര്യങ്ങളൊന്നും അല്ല. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള വീട്ടമ്മമാര് വീട്ടിൽ തന്നെ ഇരുന്ന്, നമ്മുടെ ഈ വീട് തന്നെയാണല്ലോ നമ്മുടെ ഈ ഒരു ലോകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് അവിടുത്തെ കാര്യങ്ങൾ മാത്രം മാനേജ് ചെയ്ത്, ചിലപ്പോൾ നമുക്ക് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളായിരിക്കാം, ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അതിൻ്റെയൊക്കെ ഇടയിൽ ഈ ഒരു നെഗറ്റിവിറ്റി മാത്രം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ നോക്കുക കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങളോട്, ചെറിയൊരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാന്ന്. ഉള്ള സ്ഥലത്ത് കുറച്ചെങ്കിലും ചെടികൾ നട്ടുപിടിപ്പിച്ച് അതിനെയൊക്കെ ഒന്ന് പരിപാലിക്കുക. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഈ പുറത്ത് നോക്കി നിൽക്കലും, പിന്നെ ഗാർഡനിൽ പോയി, എൻ്റെ ബാൽക്കണി ഗാർഡനിൽ കുറച്ച് ചെടിയേ ഉള്ളൂ, അതിനെയൊക്കെ ഒന്ന് പരിപാലിക്കും. പിന്നെ മീനിന്റെ കാര്യങ്ങളൊക്കെ നോക്കും. അതിന്റെയൊക്കെ ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ. ഇതൊക്കെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും സമയവും കിട്ടും, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനും പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കും, അതിനൊന്നും സമയം കിട്ടത്തില്ല, എല്ലാം കൂടി പറ്റത്തില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളിലോട്ട് എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സമാധാനവും സന്തോഷവും കിട്ടും കേട്ടോ. ഞാനിത് അനുഭവത്തിലൂടെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നത്. 1 മാസം കഴിയുമ്പോഴേക്കും ക്ലീൻ ചെയ്യാനാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ 3 മാസം ആയി എന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ വീക്കെൻഡിലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ വീക്കെൻഡ് ഈവനിങ്ങും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഓരോ വീക്കെൻഡും വ്യത്യസ്തമാണ്. ഓരോ വീക്ക് ഡേയ്സിലെ ഈവനിങ് റുട്ടീനും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുള്ളൂ. വീക്കെൻഡ് ആകുമ്പോഴേക്കും ഹസ്ബൻഡ് വീട്ടിൽ കാണും. പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് 2 പേരുടെ സഹായം വേണം. 2 പേരുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതൊക്കെ ഇന്നത്തേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ അതിൻ്റെ പെബിൾസ് ഒക്കെ എടുത്ത് ആദ്യം കഴുകി മാറ്റണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ മേടിച്ചേക്കുന്ന ഈ ബ്ലൂ കളർ ബ്രഷ് ഉണ്ടോ, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾസറി സ്റ്റോറിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്പോഞ്ചുകൾ കിട്ടും. അത് വേണമെങ്കിൽ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. വേറെ ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് ക്ലീൻ ചെയ്തെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മീനുകളൊക്കെ പെട്ടെന്ന് ചത്തുപോകും. പിന്നെ ആദ്യമേ തന്നെ മീനിനെ വേറൊരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഈ ഫിഷ് ടാങ്കിൽ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം തന്നെയാണ് മീനിൽ ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് നല്ല വെള്ളം കൂടി ഒഴിച്ചെടുക്കും. നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്തും ഹാർഡ് വാട്ടറിലൊന്നും കഴുകാൻ പാടില്ല. നമുക്കിവിടെ ബോർവെല്ലിൽ വരുന്നത് ഹാർഡ് വാട്ടറാണ്. അല്ലാതെ നമ്മൾ കുളിക്കാനും ഒക്കെ എടുക്കുന്നത് കോർപ്പറേഷൻ വാട്ടറാണ്. അപ്പോൾ കോർപ്പറേഷൻ വാട്ടറിലാണ് ഇപ്പോൾ ഫിഷ് ടാങ്ക് കഴുകുന്നത്. ക്ലോറിനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് അതിൽ കഴുകുന്നത്. ഇല്ലെങ്കിൽ ക്യാൻ വാട്ടറിലോ അല്ലെങ്കിൽ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടറിലോ കഴുകാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഫിഷിനെ ഇട്ട് വെച്ചേക്കുന്നത് പ്യൂരിറ്റിൽ പ്യൂരിഫൈ ചെയ്തേക്കുന്ന ഫിൽറ്റർ വാട്ടറാണ് കേട്ടോ. അല്ലെങ്കിൽ ക്യാൻ വാട്ടറിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴുകി ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനകത്ത് 2 ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് ഉണ്ടായിരുന്നത്. ഭയങ്കര അഴുക്കായിരുന്നു. മീനിന്റെ വേസ്റ്റും പിന്നെ അതിന്റെ ഫുഡൊക്കെ കൊടുക്കുന്നതിന്റെ വേസ്റ്റും എല്ലാം കൂടി അടിഞ്ഞു കൂടിയിരുന്നു. കുറേ വെള്ളത്തിൽ കഴുകിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ജോലി ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ മേലിരിക്കുന്ന സ്പോഞ്ച് കണ്ടോ, അത് ആഴ്ചയിൽ 2 ദിവസം നമ്മളെടുത്ത് മാറ്റണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കൃത്യമായിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. ഡെയിലി ഒരു നേരമാണ് ഫുഡ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ അത്രയും ശ്രദ്ധയോടുകൂടി നോക്കിയാൽ മാത്രമാണ് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ വളർത്തുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെതായ സമയം മാറ്റി വെക്കുകയും വേണം. അപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇതുപോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ മാറും, സ്ട്രെസ്സ് മാറും. പിന്നെ നമുക്ക് എപ്പോഴും പരാതിയാണല്ലേ, ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, നമ്മളെ എന്തിനാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയാൽ പോരെ? നമ്മളാണല്ലോ നമ്മളെ കൂടുതൽ മനസ്സിലാക്കേണ്ടതല്ലേ? അപ്പോൾ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സന്തോഷങ്ങളും എല്ലാം നമ്മൾ നമ്മളോട് തന്നെയാണ് ആദ്യം പങ്കുവെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ഡയറിയൊക്കെ എഴുതുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടെങ്കിൽ, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അത്രത്തോളം മനസ്സിലാക്കുന്നവരാണെങ്കിൽ അവരോട് ഷെയർ ചെയ്യാം. എല്ലാവരോടും നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാനും പറ്റത്തില്ല. പിന്നെ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഒരു കാര്യത്തിന് എല്ലാവർക്കും പല അഭിപ്രായമായിരിക്കും അല്ലേ. ഇപ്പൊ നമ്മുടെ ശരികളായിരിക്കില്ല മറ്റുള്ളവരുടെ ശരികൾ. അപ്പോൾ നമ്മൾ ശരിയെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ എതിർപ്പുള്ള ഒത്തിരി പേരുണ്ടായിരിക്കും. അപ്പൊ എല്ലാവരെയും സന്തോഷിപ്പിച്ചു കൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ശരികൾ, എന്നാൽ മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത ശരികളിലൂടെ നമ്മൾ ജീവിച്ചു പോവുക. ആരെയും ദ്രോഹിക്കാതെ, ആരുടെയും കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതെ അവനവന്റെ കാര്യം നോക്കി സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. നമ്മൾ അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് സമാധാനക്കേടൊക്കെ ഉണ്ടാവുന്നത്. എൻ്റെ സംസാരത്തിനിടയിൽ തന്നെ നമ്മുടെ ഫിഷ് ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ഓർത്തു ഈ പാസ്ത ചെയ്യാമെന്ന്. ഇത് ഇപ്പോൾ നമ്മൾ ഗ്രോസറി എടുത്ത സമയത്ത് മേടിച്ചിട്ടുള്ള മില്ലറ്റ് പാസ്തയാണ്. ഇത് നോ മൈദ പാസ്തയാണ്. ഇപ്പോൾ ന്യൂട്ടൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഞാൻ ഗ്രോസറി എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് ഈ പാസ്തയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഈ മില്ലറ്റിലുള്ള പാസ്തയും നൂഡിൽസും ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ആമിക്ക് നൂഡിൽസും പാസ്തയൊന്നും വലുതായിട്ട് കൊടുക്കത്തില്ല, വല്ലപ്പോഴും ഒക്കെയാണ് മേടിക്കുള്ളൂ. ഇത് സ്പിരുലിന എന്ന് പറയുന്ന ഒരു ഫ്ലേവറിലുള്ളതാണ്. അതൊരു കടൽപ്പായലാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലേവറിൽ വരുന്ന ഒരു പാസ്തയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഇതിൽ തന്നെ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റും ബീൻസും ക്യാബേജും സവോളയും ഒക്കെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്.
പിന്നെ പാസ്ത വെന്ത് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ വേവിച്ചാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ വെള്ളം വാർത്തെടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നാലാണ് ആ ഒരു പാസ്ത നല്ലതായിട്ട് വിട്ട് വിട്ട് കിടക്കുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ചൂടാക്കുന്നുണ്ട്. ഞാൻ ഈ പാത്രം മേടിച്ചേക്കുന്നത് ഇൻഡസ് വാലിയിൽ നിന്നാണ്. ഇൻഡസ് വാലിയുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇൻഡസ് വാലിയുടെ ബ്രാൻഡിലുള്ളത് എടുത്തേക്കുന്നതാണ്. ഈ പാത്രത്തിനൊരു കുഴപ്പമുണ്ട്, നല്ല അകലമൊക്കെയാണ്, നല്ല കുക്ക് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടായിരിക്കും കേട്ടോ. പക്ഷേ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കുക്കിംഗ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇത് യൂസ് ചെയ്യും. ഇടയ്ക്ക് യൂസ് ചെയ്യാതിരുന്നിട്ട് പിന്നെ എടുക്കുമ്പോൾ ഈ പെട്ടെന്ന് ഫ്ലെയിം ലോ ആക്കാനായിട്ട് മറന്നു പോകും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്. ആദ്യമേ തന്നെ ഞാൻ എന്തോ ഒരു ഓർമ്മക്കേടിൽ എണ്ണ ഒഴിച്ചിട്ട് ആദ്യമേ തന്നെ പൗഡർ എടുത്ത് തട്ടിക്കൊടുത്തു. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വേവിച്ചെടുക്കണ്ട. പാസ്തയിലൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് കിടക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ കുറച്ചൊന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം വേണം പൗഡർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമേ തന്നെ എണ്ണയിൽ പൗഡർ ഇട്ട് കൊടുത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട്. പക്ഷെ ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. ഇതിൽ അവർ തന്നിരിക്കുന്ന മസാലയാണെങ്കിലും ഒരുപാട് കുത്തലൊന്നും ഇല്ലാത്ത നല്ല മസാലയാണ്. നമുക്ക് ഈ പുറത്തുനിന്ന് മേടിക്കുന്ന പാസ്തയിൽ കിട്ടുന്ന അങ്ങനത്തെ മസാലയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ പാസ്തയ്ക്കകത്ത് ഉപ്പൊന്നും ഇടാതെയാണ് വേവിച്ചേക്കുന്നത്. കുറച്ച് എണ്ണ മാത്രമാണ് ഒഴിച്ചേക്കുന്നത്. അങ്ങനെ എന്തായാലും വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നല്ലോണം സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും ചേർക്കാം കേട്ടോ. ഇതിനകത്ത് വേണമെങ്കിൽ പനീർ ചേർക്കാം, മഷ്റൂം ചേർക്കാം. ഞാൻ വേറൊരു ദിവസം ട്രൈ ചെയ്തപ്പോൾ അതിൽ മഷ്റൂം ചേർത്തിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വെജിറ്റബിൾസിനകത്തേക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് സോസും കാര്യങ്ങളും ഒന്നും ഒഴിച്ചിട്ടില്ല. സോസൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും മാറിപ്പോവും. മാത്രമല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാവും. ആമിക്ക് വൈകുന്നേരം ഈവനിങ് സ്നാക്കിനൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. ഈ ഒരു പാസ്തയാണ് മഷ്റൂം ചേർത്തുണ്ടാക്കിയത്. ബട്ടർഫ്ലൈ പീ ശംഖുപുഷ്പത്തിന്റെ ഫ്ലേവറിലുള്ളതാണ് കേട്ടോ. ഇതും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിനകത്ത് ഞാൻ കുറച്ച് പാസ്ത മസാല അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ രാവിലെ തന്നെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ അപ്പത്തിന് അരയ്ക്കാൻ വേണ്ടി കുറേ നാളായി അപ്പത്തിന് അരച്ച് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും അപ്പം ബാറ്റർ ഉണ്ടാക്കുന്ന ഇങ്ങോട്ട് കാണിക്കാൻ. 1 ഗ്ലാസ് പച്ചരിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയിലാണ് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന കുറച്ച് റേറ്റ് കൂടിയ പച്ചരിയാണ് കേട്ടോ. ബ്രാൻഡിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതേ പച്ചരി കുതിർത്തത് ആദ്യം നല്ലോണം കഴുകിയെടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണയായിട്ട് അപ്പം ഉണ്ടാക്കുന്നത് ഈസ്റ്റ് ചേർത്തിട്ടാണ് കേട്ടോ. അല്ലാതെ എനിക്ക് വേറെ മെത്തേഡൊന്നും അറിയത്തില്ല. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസോളം ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈസ്റ്റ് ചേർത്തിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഈസ്റ്റ് തീർന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഈസ്റ്റ് മേടിച്ചേക്കുന്നത് സെപ്റ്റോയിൽ നിന്നാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത്. നല്ല ഈസ്റ്റാണ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുവാണെങ്കിൽ എടുക്കാമെന്നും പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആണ് കേട്ടോ. അതിനകത്ത് എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ എപ്പോഴും നോക്കിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അളവ് ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പം ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 1/4 സ്പൂണ് ഈസ്റ്റ് ചേർക്കണമെന്നില്ല. ഇതിപ്പോൾ എനിക്ക് വൈകുന്നേരം തന്നെ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ കുറച്ചും കൂടി കുറച്ച് ഈസ്റ്റ് എടുത്താൽ മതി. പിന്നെ ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ മാവ് പൊളിച്ച് പൊങ്ങി കിട്ടുന്നത്, ഈസ്റ്റും പഞ്ചസാരയും കൂടി ചേരുമ്പോൾ. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട. എന്നാൽ ദോശ ബാറ്ററിനേക്കാളും കുറച്ചും കൂടി ലൂസ് ആവുന്ന രീതിയിലുള്ള വെള്ളം വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ദോശ ബാറ്ററിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടാണല്ലോ അരച്ചെടുക്കുന്നത്. പക്ഷേ അപ്പം മാവിന് അങ്ങനെയല്ല, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ചിലരാണെങ്കിൽ പച്ചരിയും ഉഴുന്നും തേങ്ങയും ചോറും അതൊക്കെ ഇട്ടിട്ട് അപ്പം അരച്ചെടുക്കുക, അപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചേർക്കുന്നത് 2 സ്പൂണ് ഉഴുന്ന് മാത്രമാണ് ചേർക്കുന്നത്. നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നതിന് പകരമായിട്ടാണ് അവരിങ്ങനെ ഉഴുന്ന് ചേർക്കുന്നത്. ഞാൻ പക്ഷേ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. കാരണം എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ട്രൈ ചെയ്യുന്നവരാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ കപ്പി കാച്ചിയൊക്കെ അപ്പം അരയ്ക്കുമല്ലോ, അപ്പത്തിന് അരയ്ക്കുമല്ലോ, അതൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഇനി വേറെ എന്തെങ്കിലുമൊക്കെ മെത്തേഡ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.
മറക്കരുത്. നമ്മുടെ രീതിക്ക് എല്ലാ മാവ് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന മിക്സി ഫിലിപ്സിന്റെ വിവ കളക്ഷനിൽ വരുന്ന മിക്സിയാണ്. ഏകദേശം ഒരു 6-7 മാസമായി മേടിച്ചിട്ട്. എനിക്കിത് നല്ല കംഫർട്ടാണ് കേട്ടോ. എൻ്റെ പഴയ മിക്സി അരയാതെ വന്നപ്പോഴാണ് ഞാൻ ഈ മിക്സിയിലോട്ടേക്ക് മാറിയത്. അപ്പോൾ അതേ അപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് വെച്ചിട്ട് ആമിക്ക് ഹോംവർക്ക് എഴുതിപ്പിക്കുകയാണ്. ആമിയുടെ ഹോംവർക്ക് എഴുതിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. സാധാരണ വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷമാണ് ഞാൻ അവളെ ഹോംവർക്ക് എഴുതിപ്പിക്കാനായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ. 7 മണി തൊട്ട് 9 മണി വരെയാണ് ഞങ്ങൾ പഠിക്കുന്ന സമയം. പക്ഷെ വീക്കെൻഡിലാണെങ്കിൽ അങ്ങനെയല്ല. വീക്കെൻഡിലാണെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം അവളെ കൊണ്ട് എല്ലാം എഴുതിപ്പിച്ച് അവൾക്കുള്ള റിവിഷനും കാര്യങ്ങളും എല്ലാം നടത്തി പിറ്റേ ദിവസത്തേക്കുള്ള പഠിപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രമാണ് പുറത്ത് പോകുള്ളൂ. വീക്കെൻഡിലാണ് ഞങ്ങൾ കൂടുതലും പുറത്ത് പോകാറുള്ളത്. അപ്പോൾ നമ്മളിത് കാക്കട രാമപ്രസാദിന്റെ ഷോപ്പിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് കിൽപാക്കിലാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ഇരിക്കുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം മാളിൽ പോയ സമയത്ത് എക്സ്പ്രസ് അവന്യൂ മാളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പോയപ്പോഴാണെന്ന് തോന്നുന്നു ഈ കാക്കട രാമപ്രസാദിന്റെ ഈ സ്വീറ്റ്സ് ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, ജിലേബിയൊക്കെ. അപ്പം എന്നോട് ഹസ്ബൻഡ് അന്നേ പറയുന്നുണ്ട് ചെന്നൈയിൽ വേറെ 2-3 ബ്രാഞ്ചുകളുണ്ട്, അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോവാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ കൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഈ വീട്ടമ്മമാരുടെ കാര്യം അറിയാമല്ലോ. നമ്മൾ അമ്മമാർക്ക് കുട്ടികളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എല്ലാം റെഡിയാക്കി വെച്ചിട്ട് മാത്രമാണ് പുറത്തു പോകാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കാണെങ്കിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു വെക്കാതെ പുറത്തു വന്നാൽ ഒരു സമാധാനവും കാണത്തില്ല. അവിടെ എന്തായി എന്നിങ്ങനെ ഒരു ടെൻഷനാണ് കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ഇന്ന് കുറച്ച് ചാട്ട ഐറ്റംസ് കഴിക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ വലിയ ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ആമിക്ക് പാവ് ബജിയാണ് മേടിച്ചു കൊടുത്തത്. അവള് പിന്നീട് ഡിന്നർ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഞാനാണെങ്കിൽ ഒരു രസമിലായിയാണ് പറഞ്ഞത്. എനിക്ക് ശരിക്കും പറഞ്ഞത് ദഹിവടയാണ് കേട്ടോ. രസമിലായി ഹസ്ബൻഡ് വെറുതെ ഒന്ന് ഓർഡർ ചെയ്തതാണ്, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ബദാം മിൽക്കാണ്. ഹോട്ട് ബദാം മിൽക്കാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ്. പക്ഷേ ഞങ്ങൾ കോൾഡ് ആണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കോൾഡ് വരുന്നുണ്ട്, ഞാൻ അത് കുടിച്ചിട്ടില്ല. ഇതാണ് ദഹിവട. ദഹിവട എനിക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഈസിയാണ്. നമ്മുടെ ഉഴുന്നുവടയില്ലേ അതിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. ഇവിടുന്ന് കഴിച്ചത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഹസ്ബൻഡ് മേടിച്ചേക്കുന്നത് മലായി ബ്രൊക്കോളിയാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാവരും ഷെയർ ചെയ്ത് തന്നെയാണ് കഴിച്ചത്. അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്സ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 7:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. പിന്നെ ഇവിടെ മെയിനായിട്ട് സ്വീറ്റ്സും പലഹാരങ്ങളാണ് കേട്ടോ മെയിൻ സംഭവം. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് ബോക്സ് പോലെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ മാരേജ് ഫംഗ്ഷനോ ഹൽദി ഫംഗ്ഷനോ അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യാം. സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. പിന്നെ അതേ ഇവിടുത്തെ മെയിൻ സംഭവമാണ് ലൈവ് ജിലേബി മേക്കിംഗ്. അപ്പോൾ ജിലേബി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും മേടിച്ചിട്ടുണ്ട്. പിന്നെ ക്യൂ ഒക്കെ നിന്ന് ബില്ലൊക്കെ ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങാനും പറ്റുള്ളൂ. ഭയങ്കര തിരക്കാണ്. പ്രത്യേകിച്ച് സൺഡേയിലത്തെ കാര്യം പറയുകയും വേണ്ട. ഞങ്ങളിന്ന് സാറ്റർഡേ ആണ് വന്നേക്കുന്നത്. ഞങ്ങൾ കൂടുതലും സാറ്റർഡേ പുറത്ത് വരാറുള്ളൂ. സൺഡേസിൽ അങ്ങനെ ഇറങ്ങാറില്ല കേട്ടോ. കാരണം ആമിക്ക് സ്കൂളിൽ പോകുന്ന കാര്യം കൊണ്ട് അങ്ങനെ അധികം സൺഡേസിൽ വരാറില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ ഞാൻ ഈ അപ്പത്തിന്റെ മാവെടുത്ത് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാൻ മറന്നുപോയേ. പെട്ടെന്നുള്ള ഒരു തിരക്കിനിടയിൽ ഇറങ്ങി പോയപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ പൊളിച്ച് പൊങ്ങിപ്പോയായിരുന്നു കേട്ടോ. പിന്നെ വന്ന ഉടനെ തന്നെ ഡ്രസ്സ് പോലും മാറ്റാതെ അതൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് കുറേ മാവ് വേസ്റ്റായി അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ട് മാവ് റെഡിയാക്കി ബാലൻസ് ഉള്ളതിനെ പാത്രത്തിൽ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ള കുറച്ച് പലഹാരങ്ങളാണിത്. ഇതിൽ മൈദ ബിസ്ക്കറ്റ് ഉണ്ട്, ജിലേബി ഉണ്ട്, പിന്നെ ബട്ടർ മുറുക്കുണ്ട്. പിന്നെ രണ്ടാമതിരുന്നത് കുഴലപ്പം പോലൊരു സംഭവം. അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ആദ്യം കാണിച്ചേക്കുന്നത് ഫ്രൈ കാജു ആണ്. അതായത് അണ്ടിപ്പരിപ്പില്ലേ, നട്ട്സ്, കാഷ്യൂ നട്ടിൽ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ്. ബദാം മിൽക്ക് എനിക്ക് ഇന്ന് കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നല്ല തണുപ്പാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ വയ്യാത്ത കാരണം കൊണ്ട് എനിക്ക് ഇന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ 2 അപ്പമാണ് ഉണ്ടാക്കിയത്. ഹസ്ബൻഡിനും ആമിക്കും ഒന്നും വേണ്ടാന്ന് പറഞ്ഞായിരുന്നേ. പിന്നെ ഞാൻ ഒരപ്പം ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കുറേ നാളായാലും അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഈ ഇരുമ്പിലുള്ള ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഒന്ന് പരുവപ്പെട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം ഉണ്ടാക്കി നോക്കി. രണ്ടാമത്തേത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടും പോയി. ആദ്യത്തേത്
അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ഒരു ഇത് പറ്റിയായിരുന്നു കേട്ടോ. മാവ് ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണ് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ടേസ്റ്റിനൊന്നും ഒരു കുറവും വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അപ്പത്തിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ബാറ്ററിനെ കുറിച്ചും മുന്നെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.